സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിനായി സെൻട്രൽ ഡിസ്ട്രിക്ട് DCP സെക്ഷൻ 163 പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരവ് പ്രകാരം സ്വാതന്ത്ര്യദിന പരിപാടികൾ നടക്കുന്ന വേദികളിലും പരിസരങ്ങളിലും അതുപോലെ പൊതുയോഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും പട്ടം പറത്തുന്നതിനോ ആകാശത്തേക്ക് മറ്റ് വസ്തുക്കൾ ഉയർത്തുന്നതിനോ പൂർണ്ണ വിലക്കുണ്ട്. ആഘോഷവേളയിൽ വിശിഷ്ട അതിഥികൾ, പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, പൊതുജനങ്ങൾ എന്നിവരുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് DCP രോഹിത് താജ്ബീർ സിംഗ് പുറപ്പെടുവിച്ച ഈ ഉത്തരവിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പോലീസിന്റെ കണക്കനുസരിച്ച് പട്ടം പറത്തലും ആകാശത്തേക്ക് വിടുന്ന മറ്റു വസ്തുക്കളും സുരക്ഷാ വീഴ്ചകൾക്കും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾക്കും കാരണമായേക്കാം. പോലീസിന്റെ കണക്കനുസരിച്ച് പട്ടം പറത്തലും ആകാശത്തേക്ക് വിടുന്ന മറ്റു വസ്തുക്കളും സുരക്ഷാ വീഴ്ചകൾക്കും പൊതുസുരക്ഷയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ ഒരു നിരോധനം ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ക്രമസമാധാനത്തെ ബാധിക്കുകയോ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ സുരക്ഷയ്ക്ക് തടസ്സം നിൽക്കുകയോ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മുൻകൂർ അനുമതിയില്ലാതെ നടത്താൻ ആരെയും അനുവദിക്കില്ല. എല്ലാ പരിപാടികളും നടക്കുന്ന വേദികൾക്ക് ചുറ്റും പട്ടം പറത്തുന്നതിനും മറ്റ് ആകാശ വസ്തുക്കൾ പറത്തുന്നതിനും പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ ഒന്നും തന്നെ ഇത്തരം വസ്തുക്കൾ പറത്താനുള്ള അനുവാദമില്ല. ഈ ഉത്തരവ് ഉടനടി പ്രാബല്യത്തിൽ വരികയും ഓഗസ്റ്റ് 16 വരെ, അതായത് ഞായറാഴ്ച വരെ തുടരുകയും ചെയ്യും. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 223 പ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ പോലീസ് പൗരന്മാരോടും സ്ഥാപനങ്ങളോടും പരിപാടി സംഘാടകരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തങ്ങളുടെ അധികാര പരിധിയിലുള്ള പ്രദേശങ്ങളിൽ ഈ ഉത്തരവ് പൂർണ്ണമായും നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സെൻട്രൽ ഡൽഹി ജില്ലയിലെ എല്ലാ അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്കും കർശനമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പൂർണ്ണമായ റിഹേഴ്സൽ കണക്കിലെടുത്ത് ഓഗസ്റ്റ് 13 ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഇത് പ്രകാരം പ്രധാനപ്പെട്ട പല റോഡുകളും അടച്ചിടുകയും വാണിജ്യ വാഹനങ്ങളെയും ബസ്സുകളെയും വഴിതിരിച്ചു വിടുകയും ചെയ്യുമെന്നാണ് ഗതാഗത വിഭാഗം അറിയിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിനായുള്ള റിഹേഴ്സൽ ഓഗസ്റ്റ് 13 നടക്കുക. ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള സുരക്ഷയും ഗതാഗത നിയന്ത്രണവും മുൻനിർത്തിയാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അറിയിപ്പ് പ്രകാരം ഓഗസ്റ്റ് 13 പുലർച്ചെ 4 മുതൽ രാവിലെ 10 വരെ ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള റോഡുകൾ സാധാരണ ഗതാഗതത്തിനായി അടച്ചിടും. റിഹേഴ്സലിനായുള്ള പ്രത്യേക ലേബലുകൾ പതിച്ച വാഹനങ്ങൾക്ക് മാത്രമേ ഈ പാതകളിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടാകുകയുള്ളൂ. റോഡുകളിൽ ഡൽഹി ഗേറ്റ് മുതൽ ചട്ടാ റെയിൽ ചൌക്ക് വരെയുള്ള നേതാജി സുഭാഷ് മാർഗ്, GPO ഡൽഹി മുതൽ ചട്ടാ റെയിൽവേ ചൌക്ക് വരെയുള്ള ലോഥിയൻ റോഡ്, HC സെന്റ് മാർഗ് മുതൽ യമുന ബസാർ ചൌക്ക് വരെയുള്ള SP മുഖർജി മാർഗ്, ഫൗണ്ടേഷൻ ചൌക്ക് മുതൽ ചെങ്കോട്ട വരെയുള്ള ചാന്ദിനി ചൌക്ക് റോഡ്, റിംഗ് റോഡ് മുതൽ നേതാജി സുഭാഷ് മാർഗ് വരെയുള്ള നിഷാദ് രാജ് മാർഗ്, അതോടൊപ്പം തന്നെ എക്സ്പ്ലനേഡ് റോഡും നേതാജി സുഭാഷ് മാർഗിലേക്കുള്ള അതിന്റെ ലിങ്ക് റോഡും രാജ്ഘാട്ടിനും അതോടൊപ്പം തന്നെ ISBTക്കും ഇടയിലുള്ള റിംഗ് റോഡ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ തന്ത്രപ്രധാനമായ ഒരു ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഡൽഹിയിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കാരണം ഈ ജന്തർ മന്ദിറിലടക്കം പാറ്റ പ്രവർത്തകരുടെ ഒരു സമരം നടന്നപ്പോൾ അവിടെ രാജ്യവിരുദ്ധരടക്കം ജമ്മു കാശ്മീരിൽ നിന്നുള്ള ചില തീവ്രവാദ ഗ്രൂപ്പുകളടക്കം പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം ചില തീവ്രവാദ ടീമുകൾ ഈ പാറ്റ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ചേർന്നു വന്ന പഞ്ചാബ് പോലീസിന്റെ ഒരു നിർണായകമായ ഒരു സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അങ്ങനെ ആ തീവ്രവാദികളടക്കം പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെയുണ്ടായി. അങ്ങനെ ഫേസ് റിക്കഗ്നിഷൻ ആപ്പ് സംവിധാനത്തിൽ ആ ജന്തർ മന്ദിറിൽ സ്ഥാപിച്ച പാറ്റ പ്രതിഷേധത്തിനിടെ സ്ഥാപിച്ച ഫേസ് റിക്കഗ്നിഷൻ ആപ്പിലടക്കം രാജ്യദ്രോഹികളുടെയും ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരുടെയൊക്കെ ദൃശ്യങ്ങളടക്കം അതിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഇപ്പോൾ കനത്ത സുരക്ഷാ വലയത്തിലാണ്. കൂടാതെ ഇന്നലോടുകൂടി തന്നെ ഡൽഹി പോലീസ് ഈ ഖലിസ്ഥാൻവാദികളടക്കം ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡേഴ്സിന്റെ അടക്കമുള്ള പ്രധാന പിടികിട്ടാ പുള്ളികളുടെ ഒരു ഫ്ലക്സ് പതിച്ചുകൊണ്ട് അവരുടെ ഫോട്ടോകളടക്കം തന്നെ ഫ്ലക്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു ബോർഡുകളടക്കം ഡൽഹിയിൽ ഉടനീളം സ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഒരു ത്രിതലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഡൽഹിയിൽ ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ളത്.